ഈ വീട്ടിലെ ആൾക്കാരുടെ പ്രശ്നം തീർത്തിട്ട് എന്നാ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാ? പിന്നെ എങ്ങനെ 10 പൈസ എൻ്റെ ഉണ്ടാവുക? പിന്നെ ഇവിടെയും തരില്ല അവിടെയും കിട്ടില്ല എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമാണോ? ഇവിടെ മാറിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ. എനിക്കും രാഷ്ട്രീയക്കാരനായിട്ടുണ്ട് കേട്ടോ അമ്മാവൻ. അമ്മാവൻ മെനക്കടലേ, അമ്മാവനും മന്ത്രി MLA ഒക്കെ ആവാൻ പറ്റും. ഓടാ അവിടുന്ന്. പാവം പാവം എല്ലാരും കടം മേടിച്ച് നടക്കുക, ഇത് കൊടുക്കില്ല. ഇനിയിപ്പോ ഈ 300 എനിക്ക് എന്നാ കിട്ടാ അറിയാമെങ്കിൽ അതൊക്കെ അവൻ തരും. ഒന്നും മിണ്ടാട്. അമ്മ മാസം വാടക കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ, അത് അടുത്ത മാസം അമ്മ നോക്കണ്ട, നോക്കിക്കോ. അതൊക്കെ അവൻ തരും. ആ തരും. അമ്മ കാത്തിരുന്നോ. മോളെ ബാക്കി മുണ്ടും കൂടി എടുത്ത് വിരിച്ചിട്. അമ്മേ അതിന് പിന്നെ ആവട്ടെ. അതങ്ങോട്ട് വിരിച്ചിട്, വെയില് വരുമ്പോ ഉണങ്ങിക്കോളും. ഇങ്ങനെ ഒരു മടിച്ചി. അമ്മേ 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 ആ ചെറിയ പായ എവിടെ? കുഞ്ഞിനെ കുളിപ്പിക്കണ ചെറിയ പായ ഇല്ലേ, അതെവിടെ? അത് എന്നോടാണോ ചോദിക്കുന്നത്? അവിടെ എവിടെയെങ്കിലും കാണും, നല്ലോണം പോയി നോക്ക്. നീ ഒന്ന് സമാധാനമായിട്ട് പോയി നോക്കന്റെ കുമാരി, അവിടെ എവിടെയെങ്കിലും കാണും. എല്ലാം ഞാൻ എടുത്ത് കയ്യിൽ പിടിപ്പിച്ചു തരണോ? അമ്മ ഞാൻ നോക്കി കാണാത്തോണ്ടല്ലേ ചോദിച്ചത്. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവത്. അമ്മയല്ലേ ഇന്നലെ അവനെ കുളിപ്പിച്ചിട്ട് എടുത്ത് വെച്ചേ. എവിടെ? എനിക്ക് അറിഞ്ഞൂടാ, പോയി തപ്പന്റെ കുമാരി. അമ്മ ദേഷ്യപ്പെടുന്ന എന്തിനാ? പിന്നെ ദേഷ്യപ്പെടാണ്ട് എല്ലാം ഞാൻ എടുത്തു തരണം എന്ന് വിചാരിച്ചാ എന്തത്? അമ്മ എടുത്ത് തരണം എന്നല്ല, എവിടെയാന്ന് ചോദിച്ചതാ. ആദ്യം പോയി സമാധാനത്തിലൊന്ന് നോക്ക്, അപ്പൊ കിട്ടും. അമ്മ എല്ലായിടത്തും നോക്കി എവിടെ ഒന്നും ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട, എന്ന് കുളിപ്പിക്കണ്ട. അല്ല പിന്നെ ഇതെന്താ നടത്തോട്ട് അമ്മേറ്റ്. സീതാലക്ഷ്മിയെ അച്ഛാ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അമ്മയുടെ മൂഡ് ശരിയല്ല. സീതാലക്ഷ്മി, നിന്റെ മൂഡ് ശരിയല്ലെന്ന് കുമാരി പറഞ്ഞു. നിന്റെ മൂഡിന് എന്ത് പറ്റി? ഇത് ബലരാമേട്ട എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കല്ലേ? കണ്ട കണ്ട. അല്ല അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? എന്നോടും ദേഷ്യപ്പെട്ടു. അല്ല നീ എന്തിനാ കുമാരിയോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ അല്ലെങ്കിൽ തന്നെ പങ്കിയുടെ കാര്യം ഓർത്ത് മനപ്രയാസപ്പെട്ടിരിക്കുക. അപ്പോൾ അവളുടെ വക ഓരോ അന്വേഷണങ്ങള്. അല്ല അതിന് പങ്കിക്ക് എന്ത് പറ്റിയത്? അവനോട് മനസ്സമാധാനത്തോടല്ലേ ജീവിക്കുന്നേ? ഇതൊക്കെ ഒരു ജീവിതമാണോ എന്റെ ബലരാമേട്ട? അവനിപ്പോ പ്രായം എത്രയായിന്നറിയോ? എന്തായാലും നല്ല പ്രായമായിണ്ട്. പിന്നെ കറക്റ്റ് വയസ്സറിയണമെങ്കിൽ പങ്കി അവന്റെ ആധാർ കാർഡ് എടുത്ത് നോക്കാം. നീ ഇപ്പൊ അവന്റെ പ്രായം ഒന്നും നോക്കാൻ നിൽക്കണ്ട. അവന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് രാവിലെ അവധിയാണ്. നീ ആവലാതിപ്പെടാൻ എന്ത് പറ്റി സീതേ? പങ്കിക്ക് എന്തെങ്കിലും അസുഖം മറ്റോ ഉണ്ടോ? ബലരാമേട്ട അവൻ എന്തെങ്കിലും ഒരു അസുഖം വന്നാ നോക്കാൻ ആരെങ്കിലും ഉണ്ടാ? അതോർത്താണ് അമ്മ ഇപ്പഴേ ടെൻഷൻ അടിക്കണേ. എടി അത് മാത്രല്ലടി, ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ അപ്പുണ്ണിയുടെ കയ്യിൽ 300 രൂപയും കടം മേടിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയത്. കയ്യിലൊരു 300 രൂപ പോലെ എടുക്കാനില്ലാതെ അവൻ ഇത്ര കാലം എന്താ സമ്പാദിച്ചു കൂട്ടിയത്? അതാവശ്യത്തിന് പങ്കി അവൻ ചീത്തപ്പേര് സമ്പാദിച്ചിട്ടില്ലല്ലോ അച്ഛാ. ഇതേ ചീത്തപ്പേരിന്റെ കാര്യം പറയരുത് കേട്ടാ. ചീത്തപ്പേര് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കെട്ടിയവന്റെ സഹോദരന്റെ കല്യാണം നടത്തിയ വകയല്ല, അല്ലാതെ എന്റെ ഞങ്ങള് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സീതാലക്ഷ്മി, നീ ഇങ്ങനെ ഇത് വിഷമിക്കാതെ. അവൻ നന്നായിക്കോളുമെന്ന്. നീ ഏത് പ്രായത്തിൽ നന്നാവുന്ന ബലരാമേട്ട നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ ആ സാറാമ്മയുടെ വാടകാശ് പോലും എന്റെ തരുന്നില്ല. അതും അവൻ അവന്റെ വരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്. അത് ശരി. അപ്പൊ സാറാമ്മയുടെ വാടക കിട്ടാത്തതാണോ അതോ പങ്കി നന്നാവത്തിന്റെ പേരിലാണോ നിനക്ക് വിഷമം? രണ്ട് കാര്യത്തിലും എനിക്ക് വിഷമമുണ്ട്. സീതേ, നീ ഇനി വിഷമിക്കണ്ട. അവനെ ഞാൻ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കാം. അവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഇത്ര നാളും നന്നാവാത്ത പങ്കിയാമൻ ഉപദേശം കേട്ട് നന്നാവും പോലെ. അതും അച്ഛന് വേറെ ഒരു പണിയില്ലേ. പങ്കിയാമൻ ഇങ്ങനെയൊക്കെ തന്നെ പോവാൻ പോണുള്ളൂ. അച്ഛൻ വേറെ പണി നോക്കും. എന്നാലും ആ പായ എവിടെ പോയെന്നാ? കണ്ട ബലരാമേട്ട, കേറി വന്ന പെണ്ണുങ്ങൾക്ക് പോലും അവന് ഒരു വിലയില്ലാന്ന്. സീതേ, നീ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലയോ? അവൻ നന്നായി വരുമെന്ന്. നന്നായി. എന്റെ അമ്പിളിക്ക, ഇന്ന് വെള്ളിയാഴ്ച അവിടെ അവധിയല്ലേ, പിന്നെ എന്താ ഇത്ര തിരക്ക്? അതെ, ഇതന്നെ ഞാൻ പറയുന്നത്. പ്രേമിക്കുന്ന സമയത്ത് എത്ര തിരക്കായിരുന്നെങ്കിലും എന്നെ സമയം കണ്ടെത്തി വിളിക്കുമായിരുന്നു. ഇപ്പൊ വിളിക്കില്ല, ഒന്നുമില്ല, എപ്പോഴും തിരക്കാം. കുക്ക് ചെയ്യുന്നോ? എന്താ കുക്ക് ചെയ്യണേ? ബിരിയാണിയാ? അമ്പിളിക്ക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ എന്നെ വിളിക്കണേ കേട്ടോ. വിളിക്കോ? എന്നാ പിന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വിളിക്കും. ഓക്കെ, വിളിക്കണേ. ശരി. ഷാഹിനോളെ,
അപ്പച്ചി ഷാഹിനാമോളെ നല്ല അറിയിക്കേ. നീ ഇവിടെ നോക്കി നിൽക്കുമായിരുന്നോ? വാ. അല്ല മാമയ്ക്ക് എവിടെ നീട്ടി അപ്പച്ചിയെ? മാമയ്ക്ക് അപ്പച്ചീനെ കൊണ്ടൊക്കെ വരാനുള്ള യോഗയുള്ളൂ മോളെ. അതെന്നാണോ അപ്പച്ചിയുടെ കാര്യം പറയുമ്പോ നിനക്കൊരു വിഷമം? ഇന്നത്തെ കാലത്ത് ഓരോ പിള്ളേര് ബൈക്ക് ചെത്തി ഇറക്കുന്ന കണ്ടോ? നല്ല സുന്ദരി പെൺകുച്ചുകളെ കൊണ്ട്. അയ്യോ പിന്നെ നിനക്ക് എലിസബത്ത് രാജ്ഞി വരും. അതാരാ? പിന്നെ അതെ അതൊക്കെ പോട്ടെ. പോയ കാര്യം എന്തായി? പൈസ ഒക്കെ പിരിച്ചോ? ഇല്ല, കിട്ടിയില്ല. 2 സ്ഥലത്ത് കിട്ടി. 2 സ്ഥലത്തുനിന്നോ? എന്നിട്ട് എവിടെ പൈസ എടുക്ക്? കൈയോടെ എടുക്ക്. അതെ, ഞാൻ വരുന്ന വഴിക്ക് പങ്കിയമ്മാവൻ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പങ്കിയമ്മാവന് ചെറിയൊരു ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ വിഷമം കേട്ടാൽ നമ്മൾ സഹായിക്കണ്ടേ? അതുകൊണ്ട് പൈസ കൊടുത്താ? 500 രൂപ കൊടുത്തിട്ട്. എന്റെ മാമ കൊടുക്കുമ്പോ എന്നോട് ചോദിക്കണ്ടേ? എന്നോട് ചോദിച്ചെങ്കിൽ സമ്മതിച്ചില്ലെങ്കിലോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേബിളിന്റെ പൈസ കിട്ടുമ്പോഴേ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കണം, എന്നിട്ടൊക്കെ കൊടുത്താൽ മതി. അല്ല, ഇവിടെ കണക്ക് എഴുതിക്കല്ലോ. ഇതേ മാമയുടെ കണക്കിൽ ഞാൻ എഴുതത്തേ ഉള്ളൂ. എന്റെ കണക്കിലോ? പങ്കിയമ്മാവന്റെ കണക്കില്. പങ്കിയാമനെ ഞാനല്ലേ കൊടുത്തത്, മാമയല്ലേ കൊടുത്തത്. അപ്പൊ മാമയുടെ കണക്കിൽ തന്നെ എഴുതും. എനിക്ക് മര്യാദക്ക് തിരിച്ചന്നോണം. ഒരു 50 രൂപ ജ്യൂസും കുടിച്ചു. അത് എഴുതിച്ചത്. 500 രൂപ കൊടുത്തതും പോരാഞ്ഞിട്ട് ജ്യൂസും കുടിച്ചു. പിന്നെ മനുഷ്യന് ദാഹിക്കില്ലേ? ഇവിടെ വന്നിട്ട് വെള്ളം കുടിച്ചാ പോരെ? പച്ചവെള്ളം കുടിക്കാനോ? അയ്യോ പച്ചവെള്ളം ഒന്ന് കുടിക്കാനോ? ആരാണ് മുതല്? ഇനി അധ്വാനിക്കാൻ പോകുന്ന മനുഷ്യൻ പച്ചവെള്ളം കുടിക്കല്ലേ? ഭയങ്കര അധ്വാനം. ഇങ്ങനെയാണെങ്കിലേ അധ്വാനിക്കേണ്ടി വരൂല. ഞാൻ പിരിച്ചു വിടും. വേറെ ആളെ വിളിക്കണി. എനിക്ക് കിട്ടണം. ആ വഴിയേരിയിൽ വെയിൽ കൊണ്ട് നിൽക്കുന്ന വണ്ടി കയറ്റി കൊണ്ടുവന്ന് കേട്ടോ. ഞാൻ വെളിയിൽ നിന്നെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല. നീ എന്തിനാ കയറ്റിക്കൊണ്ട് പോകുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞോ എന്നെ കയറ്റിക്കൊണ്ട് പോരണോന്ന്? എന്നെ കണ്ടിട്ട് പോയില്ല, ഞാൻ മാടി വിളിച്ച് കയറ്റിക്കൊണ്ടുവന്ന. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ നിന്നെ കണ്ടോണ്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ഞാൻ കാണും റോഡുമ്പിൽ കേട്ടോ. നിർത്ത്. ബാക്കി സംസാരമൊക്കെ ഇനി പിന്നെ മതി. മാമ പോയിട്ട് ബാക്കി പൈസ വിരിക്കാൻ നോക്ക്. വിരിക്കാം. ഞാൻ അപ്പുണിയെ കണ്ടിട്ട് വരാം. അപ്പച്ചി വാ. അപ്പച്ചി ഈ പങ്ക്യാമൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് മനസ്സിലാവാത്തെ? എന്താടി? അല്ല ഈ പങ്ക്യാമനെ ഓരോരുത്തരുടെ പൈസ ഒക്കെ കടം വാങ്ങിച്ചിട്ടല്ലേ ഇപ്പൊ ജീവിക്കുന്നേ. ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും? അടി ഞാനും അത് ചിന്തിക്കാറുണ്ട്. കാണുന്നവരോട് എല്ലാം കൈ നീട്ടുക. നീ കൊടുത്ത പൈസ മേടിച്ചോണം കേട്ടോ. ആ പൈസ പങ്ക്യാമന്റെ കിട്ടത്തൊന്നുമില്ല. അത് ഞാൻ മാമയോട് തന്നെ വാങ്ങിച്ചോളാം. എന്നാലേ ഈ പങ്ക്യാമന്റെ എന്തൊരു ജീവിതമാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എന്താലേ അപ്പച്ചി വായോ. വാ. സിനിമ എന്നൊക്കെ പറഞ്ഞ ഇതാങ്ങളെ സിനിമ, പഴയ സിനിമ. തരാ ഇതിന്റെയൊക്കെ വാലയെ പിടിക്കാൻ കൊള്ളാവുന്ന സിനിമകളാണോ പെങ്ങളെ ഇന്നത്തെ സിനിമകൾ ഇറങ്ങുന്നത്? എനിക്കാണെ ഇപ്പൊ അഭിനയിക്കുന്ന പിള്ളേരുടെ പേര് പോലും അറിയത്തില്ല. എനിക്കും അറിയത്തില്ല. എന്നാ ശേല പൈസ ഇരിക്ക്, പഴയ സിനിമ കാണാം. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ ഈ സമയത്തിരുന്ന് ഇങ്ങനെ സിനിമ കാണാൻ പറ്റുന്നേ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് വേണ്ടേ സീനെ? എന്റർടൈൻമെന്റ് ആ പങ്കിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. അവനെങ്ങനെ വിട്ടാ ശരിയാവൂല. ആ പങ്കിയുടെ കാര്യത്തിൽ നീ എന്ത് ചെയ്യാനാ? അവൻ ആരെങ്കിലും പറ്റിച്ച് അങ്ങ് ജീവിച്ചോളും. അവനൊരാളുടെ വയറ് കഴിഞ്ഞാ പോരെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലെന്നായി പറയുന്നേ. എന്നാലേ എന്റെ നാത്തൂന്നൊരു കാര്യം ചെയ്യും. ഒരു ജ്യോത്സ്യനെ വിളിച്ചോണ്ട് വന്ന് പ്രശ്നമൊക്കെ വെപ്പിച്ച് അങ്ങയുടെ കാര്യം അങ്ങ് അന്വേഷിക്കും. അല്ല പിന്നെ നാത്തൂൻ എന്നെ കളിയാക്കി പറഞ്ഞാണെങ്കിലേ ആ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. വെല്ലാമേട്ടാ, നമുക്കൊരു ജ്യോത്സ്യരെ വിളിച്ചിട്ട് പ്രശ്നം വെപ്പിച്ചാലോ? നിനക്ക് വേറെ പണിയൊന്നുമില്ല സീതേ. എനിക്കിപ്പോ ഇത് തന്നെയാ പണി. അച്ഛനും അമ്മയും അവനെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. മരിച്ച് മേളിൽ ചെല്ലുമ്പോ അച്ഛനും അമ്മയും ചോദിച്ചാൽ സമാധാനം പറയേണ്ടത് ഞാനാ. ഇപ്പൊ നാത്തൂൻ എന്നെ കളിയാക്കിയിട്ട് ജോത്സ്യന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അച്ഛൻ പണ്ട് പറയുമായിരുന്നു അവന്റെ ജാതകത്തിലെ 48 വയസ്സ് കഴിഞ്ഞാൽ വെച്ചടി കയറ്റുവാന്ന്. ഇപ്പൊ അതിനുള്ള സമയമായി, പക്ഷെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയൂ ബലരാമേട്ടാ. നീ എന്താന്ന് വെച്ചാ ചെയ്യുന്നു. എന്നാലേ നമ്മളെപ്പോഴും വിളിക്കുന്ന ജോത്സ്യരില്ലേ, അയാൾക്കൊരു അനിയനുണ്ടല്ലോ, അയാളെ വിളിച്ചാലോ? അയാളെ വിളിക്ക്. പ്രശ്നം വെക്കുവോ, കബഡി നടത്തിയോ, ജോലിച്ച് നോക്കിയോ, എന്ത് വെള്ളം വിളിച്ച് ചെയ്യ്. എന്നാ പിന്നെ അയാളെ വിളിക്കാം അല്ലേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. ഭഗവാനെ, ഇങ്ങോട്ടേ അവിടെ ഒഴിക്കണേ.
ഇവിടെ അല്ലേ ചാണകം ഇരിക്കണേ? കുമാരി, നീ എന്ത് ചെയ്യണത്? വെള്ളം ഒഴിക്കണത് ആലോചിച്ചിരിക്കണോ? അല്ല പുണ്യേട്ട, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ അമ്മയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പങ്ക്യാമന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ വരാ? പെട്ടെന്നൊന്നുമല്ല, വർഷങ്ങളായിട്ട് അമ്മയ്ക്കുള്ള വേലാതിയാണത്. നീ താൻ ജോത്സ്യം വന്നിട്ട് എന്തൊക്കെ പറയുന്ന ഞാൻ ആലോചിക്കണേ. എന്തായാലും വേണ്ടില്ല, അവിടെ നേരായ മതിയായിരുന്നു. ആ അതെ. അതേ, ഈ പങ്ക്യമാവൻ രക്ഷപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണ ആരാന്നറിയോ കുമാരിക്ക്? അമ്മ. അമ്മയല്ല, ഞാനാ. പങ്ക്യാമനോട് അത്രയ്ക്ക് ഇഷ്ടം? ആ ഇഷ്ടം കൊണ്ട് മാത്രമൊന്നല്ല, എന്റെ അടുത്ത് പങ്ക്യമാവൻ ഏറ്റവും കൂടുതൽ കാശ് കടം മേടിച്ചേ. പങ്ക്യമാവൻ രക്ഷപ്പെട്ടത് ആ കാശൊക്കെ എനിക്ക് കിട്ടുള്ളൂ. അവിടെ നോക്കിയിരുന്നോ? ഇപ്പൊ തന്നെ തരും. എന്താ പിന്നെ പുണ്യേണ്ണന് പൈസ തിരിച്ചു തരാൻ പോലെ. ആ തന്നില്ലെങ്കിലേ കൊച്ചാലമുട്ടിലെ അമ്മാവന്റെ സ്ഥലത്തുനിന്ന് ഒരു 5 സെന്റ് ഞാൻ കൂടി വാങ്ങിക്കും. അതാണ്ടാവുക. സ്ഥലം എഴുതി വാങ്ങാൻ പോവാ. നടക്കണ കാര്യമല്ലോ പറയാ പുണ്യേട്ടാ. നടക്കണ കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും പാവം, ഒന്ന് വേഗം രക്ഷപ്പെട്ടാ മതിയായിരുന്നു. പ്രായം എത്ര ആയില്ലേ? ഇനിയിപ്പൊ എത്ര കാലിച്ചിട്ടാ? അല്ല അങ്ങനെയല്ല, ഇനി എന്ന് നന്നാവെന്ന് വെച്ചിട്ടാ? പെട്ടെന്ന് നന്നായി മതിയായിരുന്നു. കാലിലേക്കാണ് ഒഴിക്കണത്. ഇങ്ങോട്ട് ഒഴിക്കേ. ഇങ്ങോട്ട് ഒഴിക്കാൻ എനിക്ക് വയ്യാങ്കി അന്ന് ഇട്ടു പോടുന്നു. മോനെ അപ്പുണ്ണി, എന്നമ്മേ അമ്മയ്ക്കൊരു സഹായം വേണമായിരുന്നടാ. അയ്യതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ എന്ത് പറഞ്ഞാലോ പുണ്യേട്ടൻ കേൾക്കൂലോ. പിന്നെ സഹായം എന്നൊക്കെ പറയണ എന്തിനാ? അമ്മ ധൈര്യമായിട്ട് പറ, പുണ്യേട്ടൻ ചെയ്തു തരും. അതെ, എന്റെ മോനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ അതിന് എനിക്ക് ഒരു മരുമക്കളുടെ ശുപാർശ ആവശ്യമില്ല. അമ്മേ, അവള് വിവരക്കോട് പറഞ്ഞതാ. അമ്മയ്ക്ക് എന്താ വേണ്ട പറ. എടാ, പങ്കിയുടെ ജാതകം നോക്കി പ്രശ്നം വെക്കാനായിട്ടേ ഒരു ജോത്സ്യര് വരുന്നുണ്ടെന്ന്. അങ്ങേർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് ഒരു 2000 രൂപ മോനെ എനിക്ക് തരണം. 2000 രൂപയോ? ജോത്സ്യന് കൊടുക്കാനോ? പിന്നല്ലാണ്ട്. അമ്മ ഒരു 100 രൂപ കൊടുത്താൽ മതി അമ്മേ. അയ്യേ, 100 രൂപയോ? അതൊക്കെ നമ്മുടെ തറവാടിന് മോശല്ലേ. എടാ, വീട്ടിൽ വിളിച്ചോണ്ട് വരുത്തി പ്രശ്നം നോക്കിക്കണതല്ലേ, അപ്പൊ കുറച്ച് പൈസ കൊടുക്കണം. അമ്മേ, പൈസ കയ്യിലിട്ട് മടക്കി വെച്ചാൽ മതി, അവര് നോക്കൂല. മടക്കം അങ്ങോട്ട് നിവൃത്തി കഴിഞ്ഞാല് പിന്നെ അതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടാ? നീ എന്തൊക്കെയാ ഈ പറയണ എന്റെ പുണ്യെ? അമ്മേ, ഒരു 2000 രൂപ ഞാൻ ഉണ്ടാക്കണെങ്കിലേ ഞാൻ ഈ തൊഴുത്ത് കിടത്ത് ഒരു 5 ദിവസം പണിയെടുക്കണം. അതറിയോ? ഇപ്പൊ എന്ത് വന്നാലും ചെലവിരിക്കുക. ഇതിപ്പോ അമ്മാവനാണെങ്കിൽ ഒരു 300 രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 20. ഇങ്ങനെയൊക്കെ അമ്മയോട് പറയാമോ? അമ്മ എന്താ പറയണ വെച്ചാ അതുപോലെ ചെയ്യാം. അമ്മയുടെ കയ്യിൽ ഇപ്പൊ കാശില്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ മോനെ അമ്മ ബുദ്ധിമുട്ടിക്കോ? ശരിയാ, അമ്മയുടെ കയ്യില് പൈസ ഉള്ളപ്പോ നമ്മളോട് ചോദിക്കാറില്ലല്ലോ. ആ പുണ്യേട്ട കൊടുക്കണം കേട്ടോ. അമ്മ ഞാൻ തരാം, അമ്മ പോക്കോ. മറക്കൂലല്ലോ? ഇല്ലമ്മേ, ആ നേരത്തെ കിടന്ന് ഓടാൻ പറ്റൂല കേട്ടോ. നീ നേരത്തെ കരുതി വെക്കണം കാശ്. ശരിയാട്ടോ, അവരൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വെറുതെ അമ്മയ്ക്ക് നാണക്കേടാ പൈസ കൊടുത്തില്ലെങ്കിൽ. ആ സമയത്ത് കൃത്യമായിട്ട് അപ്പുണ്ണിയുടെ പൈസ എടുത്ത് വെക്കണം. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പോക്കോ. അമ്മ ധൈര്യമായിട്ട് പോക്കോ. അപ്പുണ്ണിയെന്നെ ഞാൻ ഓർമ്മിപ്പിച്ചോളാം. നീ ഒന്ന് നിർത്തടി, കുറെ നേരമല്ല തുടങ്ങിയിട്ട്. എനിക്കൊക്കെ മനസ്സിലാവണ്ടിട്ടാ. ഒന്നും പറയാൻ പാടില്ല. എന്തേ? ഒന്നുമില്ല, ഒരു 1000 കൊടുത്താൽ മതി. അതെ, ഞാൻ വാക്ക് കൊടുത്തു 2000 കൊടുക്കണം. ഞാൻ 2000 കൊടുക്കും. എന്നാ കൊണ്ട് കൊടുക്കും. ഞാൻ കൊടുക്കും. അല്ല, ഇവിടുത്തെ കാരണവരുടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയതാ. ഈ ബലരാമൻ എന്നല്ലേ പേര്? അല്ല, അമ്മയുടെ പേര് സീതാലക്ഷ്മി എന്നാ. അതല്ല, ഈ കാരണവരുടെ പേര് ബലരാമൻ എന്നല്ലേ? അച്ഛന്റെ പേര് ബലരാമൻ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടനാണ് മുമ്പ് ഇവിടെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്നത്. ഓ, ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതേ. അപ്പോ ഇവിടത്തെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ നല്ല രീതിയിലായോ? അവരൊക്കെ ഒരു വഴിക്കായ ജോത്സ്യരെ. ഞാൻ രണ്ടാമത്തെ ആളാ, അപ്പുണ്ണി. ആണോ? സാധാരണ വീടുകളിൽ ഈ മക്കളെ കൊണ്ടാണേ പ്രശ്നങ്ങള്. അങ്ങനെ ജോത്സ്യനെ വിളിച്ച് പ്രശ്നം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോ ആങ്ങളെയാണല്ലേ ചെറിയ പ്രശ്നം. അവനെന്റെ ആങ്ങളെയാണെങ്കിലും എനിക്ക് എന്റെ മൂത്ത മോനെ പോലെ ജോത്സ്യരെ. ഞങ്ങളുടെ അമ്മാവനെ ജോത്സ്യരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അതെ, രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാലേ ഞാൻ ഈ ജ്യോതിഷമാണ് പഠിച്ചിട്ടുള്ളത്, അല്ലാതെ മാജിക് ഒന്നും അല്ല. അതറിയാം. അതല്ല, ഈ കവടിങ്ങനെ നിരത്തിയിട്ടേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം അല്ലേ? ഈ പ്രശ്നക്കാരന്റെ ജാതകം അവിടെ അവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ട്.
ഇവിടെ ഉണ്ടായിരുന്നില്ലേ? വായിക്കും വേണ്ട, വേണ്ടേ? ജോത്സ്യം വെച്ചാൽ മതി. നോക്കിയാൽ മതിയോ? വൈകി പോയി. അത് സാരില്ല, ജോത്സ്യന് വൈകിയാല് ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല. ആക്കം പോലെ നോക്കിയാൽ മതി. അതല്ലെന്ന്, നോക്കാൻ വൈകി പോയെന്ന്. ആ ജോത്സ്യര് വന്നപ്പോ തൊട്ട് സംസാരിച്ചിരിക്കല്ലായിരുന്നു, അതാ നോക്കാൻ വൈകിപ്പോയെ. അതല്ല, നിങ്ങൾ ഈ ജാതകം എന്നെ കാണിക്കാൻ വൈകി പോയെന്നാ ഞാൻ പറഞ്ഞത്. ആ, അത് വൈകിണ്ടാവും. ആ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജോത്സ്യനെ? നോക്കട്ടെ. ആ, ജോത്സ്യരെ, പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നമാണ്. വലിയ എന്നായി പറയുന്നത്? വൈദ്യര് വൈദ്യരോ? ബ്രോക്കർ എന്താ ഈ പറയുന്നത്? ജോത്സ്യരല്ലേ? ജോത്സ്യൻ എന്തായി പറയുന്നത്? ജോത്സ്യരെ ക്ഷമിക്കണം കേട്ടോ, അപ്പച്ചിക്ക് അത്തുംപുത്തുമായിട്ടാ. മിണ്ടാതിരിക്കുക പുണ്യ. ജോത്സ്യരെ പറയൂ, എന്താണ്? പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അന്നാ പറയണ്ട. എന്താ എന്റെ അപ്പുണ്ണി? ജോത്സ്യര് പറയൂ. ഈ ജാതകക്കാരന് വിടാതെ പിടികൂടിയിരിക്കുക. അതാര്? ശനിയുടെ അപഹാരം ഈ ജാതകക്കാരന് വിടാതെ പിടികൂടിയിരിക്കുക. ഒന്ന് തെളിച്ചു പറയൂ ജോത്സ്യരെ. എന്ന് വെച്ചാൽ ഈ ജാതകക്കാരന് ഉയർച്ച ഉണ്ടാവില്ല, ഒരു കാലത്തും ഗതി പിടിക്കത്തുമില്ല. എന്ന് വെച്ചാ ഇയാളൊരു നിത്യദണ്ഡിയായി ജീവിക്കാനാ യോഗം. ഉദാഹരണത്തിന്, ഇയാള് മരിക്കാൻ കിടക്കുമ്പോ മരുന്നിന് പോലും തെണ്ടേണ്ടി വരുമെന്നർത്ഥം. എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ജോത്സ്യരെ? അതാണ് ഈ ജാതകത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നം. ഇതിന് യാതൊരുവിധ പരിഹാരങ്ങളുമില്ല. എന്റെ ദൈവമേ, എന്റെ കുട്ടി. ഇനിയിപ്പോ വേറൊരു പ്രശ്നം കൂടി ഞാൻ കാണുന്നുണ്ട്. അത് പറയണോ? പറയണം. ഈ ജാതകത്തിലെ ഒരു കാല് കാണുന്നുണ്ട്. അയ്യോ, അതാരുടെ കാലോ? ഞാൻ കാണുന്നില്ലല്ലോ. അതല്ല, കാലെന്ന് വെച്ചാൽ അപമൃത്യു, മരണോ? അതെ. എന്റെ ദൈവമേ, എന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടോ ജോത്സ്യരെ? ഞാൻ നോക്കിയിട്ട് യാതൊരുവിധ പരിഹാരങ്ങളും കാണുന്നില്ല. ദൈവമേ, എന്റെ കുട്ടി. അപ്പൊ അപ്പച്ചിയാണ് ആ ജോത്സ്യനെ വിളിച്ച് കബഡി നേർത്തിച്ചതല്ലേ? അല്ല, അതിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചപ്പോ ഒരു ജോത്സ്യനെ വിളിക്കാം ഇത് തീരുമാനിച്ചെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് വിളിച്ചത് ഞാനല്ല, നിന്റെ പെങ്ങളാ. അളിയനും കൂടി അതിന് കൂട്ടുന്നു പറഞ്ഞപ്പോഴാ എനിക്ക് സങ്കടമായത് ശരിക്കും. എടാ, അതെ, സീതാലക്ഷ്മി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ കിടക്കപ്രതി ഉണ്ടാവത്തില്ലെന്ന് നിനക്കറിയാമല്ലോ. അളിയാ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്തു പോയതാ. അമ്മവാ, എനിക്ക് ഈ ജോത്സ്യത്തിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ ജോത്സ്യം പറഞ്ഞ കബഡി നിർത്തി പറഞ്ഞിട്ടല്ലോ ഭയങ്കര വിശ്വാസമായി. കേട്ടോ ആങ്ങളെ, ഇവന്റെ ഭാവി രക്ഷപ്പെടില്ലെന്നറിയാൻ ഒരു ജോത്സ്യനും കബഡി നിർത്തി നോക്കേണ്ട കാര്യമില്ല. പറയട്ടെ അളിയാ, അപ്പച്ചി പറയട്ടെ. വഴി കൂടെ പോണ ഏതൊരു ജോത്സ്യനെ വിളിച്ചു വരുത്തിയിട്ട് കബഡി നേർത്തിയോണ്ടല്ലോ ഇപ്പൊ ഞാൻ അത് കേൾക്കേണ്ട വരണേ. അമ്മവാ, അയാള് വഴി കൂടെ നടക്കണ ജോത്സ്യനൊന്നല്ലോ, പ്രഗത്ഭനാണ്. അയാൾ പറഞ്ഞതാ. പിന്നെ കേട്ടോ ആങ്ങളെ, ഇവന്റെ ഭാവി രക്ഷപ്പെടില്ലെന്നറിയാൻ ഒരു ജോത്സ്യനും കബഡി നിർത്തി നോക്കേണ്ട കാര്യമില്ല. പറയട്ടെ അളിയാ, അപ്പച്ചി പറയട്ടെ. ഏതെങ്കിലും ഒരു ജോത്സ്യം വന്നിട്ട് കബഡി അരച്ചിയാണ് പറഞ്ഞോടത്താണാടാ എന്റെ ഭാവി കിടക്കണേ, ആണോ? അയ്യോ, അങ്ങനെ ആണെങ്കിലേ ഈ ജന്മത്തിൽ നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാകത്തിലുള്ള പങ്കി. അളിയനെ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? ഏതെങ്കിലും ഒരു ജോത്സ്യം കബഡി അരച്ചിട്ട് ഭാവി അങ്ങോട്ട് പറഞ്ഞ അതിനനുസരിച്ച് പോവാണോ എന്റെ ഭാവി? ഒന്നാമത്തെ എന്റെ ഭാവി പറയുന്നു ഇവനെക്കാരാ. അവനെങ്ങനെ എന്റെ കയ്യില് കിട്ടിയാണ്ടല്ലോ എന്റെ മൂട്ടുകാലി ഞാൻ തല്ലുപിടിച്ചാൽ. അമ്മവാ, അതിനൊന്നും മെനക്കെടണം കേട്ടോ. ജോത്സ്യമാർക്കൊക്കെ ഇപ്പൊ യൂണിയൻ ഉണ്ട്. പിന്നെ യൂണിയൻ എന്റെ ഭാവി സൃഷ്ടിക്കുന്ന അവനാണാളാ, ആണോ? ഒരു യൂണിയൻ വന്നിരിക്കണു.
അടുത്ത വർഷം എന്റെ ജീവിതത്തിൽ അവിടെ മാറ്റങ്ങൾ എന്താന്ന് ഇവരൊക്കെ അറിയോ? ഇങ്ങോട്ട് നോക്കിയേ, നീ ഒന്നും ആകില്ല എന്ന് പറഞ്ഞ ഈ ജോത്സ്യന്റെ മുമ്പിൽ അങ്ങോട്ട് വിജയിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. അതാ വേണ്ടത്. വങ്കിയേ, ജ്യോതിഷത്തെ തോൽപ്പിക്കാൻ വലിയ പാടാ കേട്ടോ. അതുകൊണ്ട് നീ വിജയിച്ച് കാണിക്കാൻ വേണ്ടി ജ്യോതിഷത്തെ തോൽപ്പിക്കാൻ നോക്കണ്ട, നീ തോറ്റു പോകത്തേ ഉള്ളൂ. അപ്പച്ചനും മിണ്ടാണ്ടിരുന്നേ. അമ്മാവനെ നിങ്ങൾ ക്ഷമിക്കട്ടെ, അമ്മാവന് ഇനി ഒരു അംഗത്തിനുള്ള ബാല്യൊക്കെ ഉണ്ട് അല്ല അമ്മാവ? നീ വലിയ വർത്താനം പറയണോ കുപ്പുണ്ണി? ആ ജോത്സ്യനെ കൊടുക്കാനുള്ള കാശ് നീ അല്ലട എടുത്തു കൊടുത്തത്. ഒരു 100 രൂപ ഞാൻ ചോദിച്ചാലും നിനക്ക് തരാൻ മടി. അമ്മാവ, ഞാൻ ആ പൈസ കൊടുത്തത് എന്തിനാന്നറിയോ? അമ്മാവന്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ഉത്കണ്ഠോണ്ടാണ്. എന്ത് ഉൾക്കണ്ട? അത് ഭാവിയിൽ ഇനി സുഷ്കാന്തിനോട് ചോദിക്കുക, അന്ന് അച്ഛനൊരു 100 രൂപ കൊടുക്കാറില്ല, എന്നാ അമ്മാവന്റെ ഭാവി നന്നാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവൂലേ? ഓ, കടന്ന് ചിന്തിച്ചു. അപ്പൊ നിന്റെ ശുഷ്കാന്ത് വലുതായി വരുമ്പോഴും എനിക്കൊരു നല്ല ഭാവി ഉണ്ടാവില്ലാന്ന്. ഓ, സന്തോഷം. ആയിക്കോട്ടെ, എല്ലാ പ്രവർത്തനത്തിനും നന്ദി. അതെ, ശുഷ്കാന്തിന്റെ ഉത്കണ്ഠുള്ള അച്ഛനൊന്നും അങ്ങോട്ട് മാറിക്കുക, എന്നാണ്ട് കയറട്ടെ.